മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചുപോട്ടിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്, ആസിഡുകളും ബേസുകളും ലവണങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ പലർക്കും കൺഫ്യൂഷൻ ഉള്ള, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് സാൾട്ട് അഥവാ ലവണങ്ങൾ. ശരിക്കും ആരാണ് ഈ സാൾട്ട്? ആരാണ് ഈ സാൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമുക്കറിയാം, ഒരു ആസിഡ്, ഒരു ബേസ്. ആരൊക്കെയാണ് മക്കളെ? ഒരു ആസിഡ്, അതേപോലെ തന്നെ ഒരു ബേസ്. ഇത് രണ്ടും കൂടിയും, ഒരു ആസിഡും ബേസും കൂടി ചേരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? ശരിക്കും അവിടെ ആരുണ്ടാവുന്നത്? സാൾട്ട് അഥവാ ലവണങ്ങൾ ഉണ്ടാകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു ആസിഡും ബേസും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂട്രലൈസേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിർവിരീകരണം എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ആസിഡും ഒരു ബേസും കൂടി ചേരുമ്പോഴാണ് ശരിക്കും ആരുണ്ടാവുക? സാൾട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സാൾട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരിക ആരാണ്? കറിയുപ്പ്. സത്യത്തിൽ കറിയുപ്പ് ഒരു സാൾട്ട് തന്നെയാണ്, ഒരു ലവണം തന്നെയാണ്. പക്ഷെ അത് ഒരു കെമിസ്ട്രിയിൽ അനേകമായിരം സാൾട്ടുകളുണ്ട് അല്ലേ? ഒരുപാട് ലവണങ്ങളുണ്ട്. അതിലൊരു സാൾട്ട് മാത്രമാണ് നമ്മൾ കറിയുപ്പ് കേട്ടോ. അതിന് ടേബിൾ സാൾട്ട് എന്നാണ് ശരിക്കും പറയാം. അപ്പോൾ ആരൊക്കെയാണ് ഈ സാൾട്ട് അല്ലെങ്കിൽ ലവണങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മക്കളെ പഠിച്ചു വെച്ചോടാ. ക്ലോറൈഡുകൾ ഉണ്ടെങ്കിൽ അത് സാൾട്ടാണ്. ആരാണ്? ക്ലോറൈഡുകൾ. രണ്ടാമതായിട്ടാ, സൾഫേറ്റുകൾ ഉണ്ടെങ്കിൽ അത് സാൾട്ടാണ്. ഇനി നൈട്രേറ്റുകൾ ഉണ്ടെങ്കിൽ അത് സാൾട്ടാണ്. ഇനി കാർബണേറ്റുകൾ ഉണ്ടെങ്കിൽ അത് സാൾട്ടാണ്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ നോക്കി. ഇപ്പോൾ ക്ലോറൈഡുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ NaCl, ഇതിനെന്താ വിളിക്കുക? സോഡിയം ക്ലോറൈഡ്. ഇത് അവിടെ ക്ലോറൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് സാൾട്ടാണ്, ലവണാണ്. ഇനി നമുക്ക് അടുത്തതായിട്ടാ മഗ്നീഷ്യം സൾഫേറ്റ്. ഇവിടെ നോക്കടാ, ഇവിടെ സൾഫേറ്റ് ഇല്ലേ? ഇപ്പോൾ സൾഫേറ്റ് ഉണ്ടെങ്കിൽ അത് സാൾട്ട്, ലവണാണ്. ഇനി അടുത്തത്, അപ്പോൾ ഇതൊരു മഗ്നീഷ്യം സാൾട്ട് എന്ന് പറയുന്നത് ഒരു ലവണം അല്ലെങ്കിൽ ഒരു സാൾട്ടാണ്. ഇനി എന്താണ്? ഇതാ സോഡിയം നൈട്രേറ്റ്, ഇതും ഒരു സാൾട്ടാണ്, ഒരു ലവണമാണ്. കാരണം ഇതിൻ്റെ അകത്ത് നൈട്രേറ്റ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് കാൽസ്യം കാർബണേറ്റ്, ഇതാ ഇതിനകത്ത് കാർബണേറ്റ് ഉണ്ട്, അപ്പോൾ ഇതൊരു സാൾട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും എവിടെ വെച്ച് കണ്ടാലും നമുക്ക് സാൾട്ട് അഥവാ ലവണത്തിനെ തിരിച്ചറിയാൻ കഴിയും. ക്ലോറൈഡ്, സൾഫേറ്റ്, നൈട്രേറ്റ്, കാർബണേറ്റ്, ഈ ചങ്ങായിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സാൾട്ട് അല്ലെങ്കിൽ ലവണങ്ങൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ സാൾട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു ആസിഡും ബേസും കൂടി ചേരുമ്പോഴാണ് സാൾട്ട് അഥവാ ലവണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ വീഡിയോ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതറിയാത്ത നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാർക്കും എന്ത് ചെയ്യുക? ഒന്നിത് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടോ നമുക്ക് ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങളും വരിക, നിങ്ങളെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ച് കൃത്യസമയത്തിന് എത്തിച്ചേരുക. അവിടെ നമുക്ക് അടിപൊളിയാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഒരു സംശയം വേണ്ട, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം, കെമിസ്ട്രി എക്സാം നമ്മൾ പൊളിച്ചടക്കിയിരിക്കും. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.